100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഋതപ്പൻ കൈപൊക്കിയ വീഡിയോ, രേണുസുതി ഉമ്മ കൊടുത്ത വീഡിയോ, ഇങ്ങനെ കൊടുത്ത് രേണുസുതി എവിടെ കൊണ്ടെത്തിച്ചു. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. അപ്പൊ ഈ ചാനൽ ഇവരുടെ വീട്ടിൽ താമസമാണ്. ആങ്കർമാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. മുറ്റത്തോട്ട് പോയാൽ വീഡിയോ ഇടും, പെരക്കകത്ത് കയറിയ വീഡിയോ. ഋതപ്പൻ മൂത്രം ഒഴിച്ചാൽ അത് വീഡിയോയാണ്. ഋതപ്പൻ കൈപൊക്കിയ വീഡിയോ, രേണുസുതി ഉമ്മ കൊടുത്ത വീഡിയോ, ഇങ്ങനെ കൊടുത്ത് രേണുസുതി എവിടെ കൊണ്ടെത്തിച്ചു. ഇന്ത്യയിലെ വലിയ ബിഗ് ഷോയിലേക്ക് കൊണ്ട് കയറ്റിവിട്ടു. സോഷ്യൽ മീഡിയയിലുള്ള ബഹുമാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്ന്. കുറ്റമായിട്ട് ഞാൻ പറയത്തില്ല. ഇവരെ തങ്കച്ചൻ സോഷ്യൽ മീഡിയക്കാരെ മുഴുവനും ചീത്ത വിളിച്ചു. ഒരിക്കലും തെറ്റാത്. സോഷ്യൽ മീഡിയക്കാരുടെ അഹോരാത്രം ഒപ്പിയെടുത്ത വീഡിയോകളാണ് ഇന്ന് രേണുസുതി ബിഗ് ബോസിൽ ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് യൂട്യൂബേഴ്സിനെ ചീത്ത വിളിക്കാൻ എന്നെ പോലുള്ള ഒരു സമ്മതിക്കത്തില്ല. സുധിയിലൂടെയാണ് ഇവർ അറിയപ്പെട്ടത്. സുധിയുടെ 3ാം ഭാര്യയായിട്ട് അറിയപ്പെട്ടു. അങ്ങനെ അറിയപ്പെടുന്ന ഈ സ്ത്രീയെ സുധിയുടെ മരണത്തോടുകൂടി മനുഷ്യരറിയാൻ തുടങ്ങി. അറിഞ്ഞു. എങ്ങനെ? എൻ്റെ കുഞ്ഞിന് ടോയ് ഇല്ല, എൻ്റെ കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ല, ഞങ്ങൾക്ക് റേഷൻ കടയിലെ അരിയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന. ഞാനും എൻ്റെ മൊബൈൽ തുറക്കുമ്പോൾ ഇതേ ഉള്ളല്ലോ കാണാൻ. മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ കാണാൻ. ഇതെല്ലാം കണ്ട് ഹൃദയത്തിൽ മനസ്സലിവുള്ള മലയാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പണം അയക്കാൻ തുടങ്ങി. ധാരാളം പണം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി. ബേബി ഫുഡുകൾ അയക്കാൻ തുടങ്ങി, ടോയ്കൾ അയക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൽ നിന്ന് പണം വരാൻ തുടങ്ങി, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങി, നാട്ടിലെ കൂലിപ്പണി ചെയ്യുന്നവർ പണം അയക്കാൻ തുടങ്ങി. അങ്ങനെ ധാരാളം പണം ഇങ്ങനെ വന്ന് രേണുസുതി എന്ന് പറയുന്ന ആൾ ആദ്യം എവിടെ ചെന്നെത്തുന്നു? സംഘമിത്ര നാടകവേദിയിലെത്തുന്നു. ആരായി മാറുന്നു? സുധിയുടെ മരണത്തോടുകൂടി രേണുസുതി ഒരു നാടക നടിയായി മാറുന്നു. അതിനു മുമ്പ് നാടക നടിയല്ലായിരുന്നു. പിന്നെ ബാക്കി അങ്ങോട്ടുള്ള കാര്യം ഈ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധിയുടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോൾ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു. സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? ഏത് കൽപ്പന ചേച്ചിയാണെന്ന് എന്നോട് ചോദിക്കല്. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു പോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച. സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കണ്ടോ? ഇതൊക്കെ കണ്ട് മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ. ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്തിരിക്കും. ഇതുപോലെ പലരെയും വലിച്ചു കയറാൻ വേണ്ടി ജയിപ്പിച്ച് വിന്നറാക്കി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. പ്ലാന്തോട്ടംകാർക്കും മാടപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും അഭിമാനമാണ്. ഞാൻ ഒരു 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 പ്രേക്ഷകൻ എന്ന രീതിയിലാണ് കേട്ടോ, ഏഷ്യാനെറ്റ് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുവാണെങ്കിൽ രേണുസുധിയുടെ ഏറ്റവും വലിയ നാടക നടിയല്ലേ രേണുസുധി? നാടക നടിയല്ലേ എന്നാണല്ലോ അവരെല്ലാവരോടും പറയുന്നത്. ഞാൻ അവരുടെ നാടകം കണ്ടിട്ടില്ല. രേണുസുധി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ കേരളം എത്ര നന്നായിട്ട് പോയേനെ. രേണുസുധി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ? രേണുസുധി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും സത്യമാണ്. രേണുസുധി രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല ലാലേട്ട ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, എൻ്റെ സങ്കടം ഹോം സിക്നെസ്സുമായി എനിക്കെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു, വാർഡൻ മാഡം പുറത്ത് വിട്ടാലേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. നഴ്സിംഗിന് 1.5 വർഷം ബാംഗ്ലൂരിൽ പഠിച്ചപ്പോൾ എനിക്കൊന്നും കഴിഞ്ഞില്ല. ചോര കണ്ടപ്പോൾ ഞാൻ ബോധം കിട്ടു. പിന്നെ വാർഡൻ മാഡം എന്നെ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു കൊണ്ടുവന്ന് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് DCA കോഴ്സ് പഠിച്ചതാണ് പറഞ്ഞത്. DCA നമ്മൾ DCA എന്ന് പറയാം. അവൾ രേണുസുധി പറഞ്ഞത് എന്താണ്? എഞ്ചിനീയറാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവർ 3-4 കോഴ്സ് പഠിച്ചു. നേഴ്സിങ് എന്തായാലും നിങ്ങൾ എന്നെ എറിയുമല്ലോ. നേഴ്സിങ് പഠിച്ചു, DCA പഠിച്ചു, ഏവിയേഷൻ പഠിച്ചു. ഈ 3 കോഴ്സ് പഠിച്ചപ്പോഴും സുധി മരിച്ചു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് താജുദ്ദീൻ ഇടപെട്ട് മേടിച്ചു കൊടുത്തേ. ഏതിൻ്റെ? +2 SSLCയുടെ. നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജനം ചർച്ച ചെയ്യണം. രേണുസുധി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവർ കള്ളം പറയത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യം കേട്ടത് ഞാൻ പ്രതികരിക്കും. എൻ്റെ ജോലി ഇതാന്നേ. കാരണം എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുമല്ലോ. 2 സർട്ടിഫിക്കറ്റ്, +2 SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലിരിക്കുന്നു. അത് താജുദ്ദീൻ സുധി മരിച്ച് ഒരാഴ്ചയ്ക്ക് അത് മേടിച്ചു കൊടുക്കുന്നു. ഇതിനോടിടയ്ക്ക് ഇവർ ഏവിയേഷൻ പഠിക്കുന്നു, DCA പഠിക്കുന്നു. ഇവർ പഠിക്കാത്ത കോഴ്സുകളൊന്നുമില്ല. ഇവർ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. എന്താണ്? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു,
ടിവാൻഡത്ത് വർക്ക് ചെയ്തു. ടിവാൻഡം, അത് ഞാൻ പ്രത്യേകം പറയാം. ടിവാൻഡം ഏതാ ടിവാൻഡോ എന്ന് എനിക്കറിയത്തില്ല. ടിവാൻഡത്ത് ഒരു വർക്ക് ചെയ്തു. എന്ത് വർക്കാണെന്ന് എന്നോട് ചോദിക്കരുത്, അവർ പറഞ്ഞതാ ഞാൻ പറഞ്ഞോളൂ. ഇത്രയിടത്ത് വർക്ക് ചെയ്തു. പക്ഷെ സ്തുതി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ +2 SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് മേടിച്ചു കൊടുത്തെന്നുള്ളവരെ പൊതുസമൂഹം കണ്ടതാണ്. സത്യമല്ലേ രേണു പറയത്തുള്ളൂ? രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ രേണുവിനെ ബിഗ് ബോസിൽ കൊണ്ടുപോയി. 100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സ്തുതി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി വിന്നായിട്ടിരിക്കും പോരട്ടെ. അത് അവർ കപ്പും കൊടുത്തിക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം, കള്ളം പറഞ്ഞ് തെളിയിക്കണം. കിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, തങ്കച്ചനെ ഓർത്ത് കാര്യം, നാടകം ഇത് തന്നെ കൊടുത്തു. കിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, എല്ലാവരും ഓർത്ത് കാര്യം, നാടകം. 100 വട്ടം വേണമെങ്കിലും ഞാൻ നാടകം എന്ന് പറയും. എന്നോട് ചോദിച്ചാൽ ഉത്തരം അത്രേ ഉള്ളൂ. കാരണം ഇവർ ഷൂട്ടിന് പോകുമ്പം കിച്ചുവിനെ കൊണ്ടുപോകുന്നില്ല, ഋതപ്പനെ കൊണ്ടുപോകുന്നില്ല, കുഞ്ഞമ്മയെ കൊണ്ടുപോകുന്നില്ല. കുഞ്ഞമ്മയാന്നല്ല അവരുടെ അമ്മ. ഇവർ ഷൂട്ടിന് പോകുമ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോയെ കയറുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനെ കയറി അവർ ഷൂട്ടിന് പോകുന്നു. പോകുന്നിടത്തൊക്കെ പിന്നെ മൊബൈലിൽ കൂടെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാമായിരിക്കാം. ഇപ്പം അതിൻ്റെ അകത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല, കാരണം മൊബൈലില്ല. അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം ഉണ്ടെന്നുള്ളതല്ലാതെ ഇവരെയൊക്കെ വിളിച്ച് തത്തമ്മയെ നോക്കി കരഞ്ഞു. കണ്ണില്ലാത്ത തത്തമ്മയോട് പറഞ്ഞു, എന്താ ഈ കണ്ണും ഇതൊന്നും ഇല്ലാത്തതിൻ്റെ അടുത്ത് വന്ന് എന്തോ ഇരിക്കാനാണ്. നിങ്ങൾ കേട്ടതാണ്, ഞാൻ ഇതിൻ്റെ ക്ലിപ്പിങ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഈ ഷോ നീണ്ടിരുന്ന് കാണണ്ട. ഇതൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പിള്ളേർ ഇതെല്ലാം കൊണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവർ പറയുന്ന സത്യങ്ങൾ കേട്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് കാണിക്കുന്നു. ഞാനത് കേട്ടിട്ട് തല തല്ലി ചിരിക്കാറുണ്ട്. കാരണം ഇതെല്ലാം ഇവരെ ദൈവം അവിടെ കൊണ്ടുപോകണ്ടില്ല നമുക്കൊക്കെ ഇത് കാണാൻ വന്നേ. ഇല്ലെങ്കിൽ ഇതൊക്കെ പുറലോകം അറിയുമോ? ഇനിയിപ്പോൾ ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇവിടെ വണ്ടികൾ അവിടെ മാടപ്പള്ളി തൊട്ട് ഇങ്ങനെ പ്ലാന്തോട്ടം വരെ കാറുകളായിരിക്കും എന്തിനാ ഇൻ്റർവ്യൂ എടുക്കാൻ. അവരെന്തുകൊണ്ടും ദൈവം അവരെ രക്ഷപ്പെടുത്തി. സുധിയുടെ മരണം ഇത്രയധികം അനുഗ്രഹിച്ച ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് രേണുസുധിയുടെ കുടുംബമുള്ള, അത് സിൻസിയർ അല്ലേ ആ കാര്യം. സുധി ജീവിച്ചിരുന്നപ്പോൾ ലഭിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും രേണുസുധിക്ക് ലഭിച്ചു. നിങ്ങൾ വിദേശത്തുനിന്ന് പണം അയക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഓണത്തിന് പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ ഇരുന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയോ? ഞാനൊരു സദ്യ ഉണ്ണുന്നുണ്ടോ, ഒരു പായസം കുടിക്കുന്നുണ്ടോ, എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ഉടുപ്പിടുന്നുണ്ടോ, ആരെങ്കിലും തിരക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം വിദേശത്തുള്ള എന്നെപ്പോലുള്ള പൊട്ടം മലയാളികൾ ഞാനും കൊടുത്തില്ലേ? ഞാനും അന്ന് ഇതൊക്കെ കണ്ടപ്പോഴല്ലയോ കൊടുത്തു പോയത്. ഈ പറച്ചിൽ ഇങ്ങനെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നുണ്ട്, മുളക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൊടുത്തത്. കാരണം ഞാൻ പ്രയാസത്തിൽ കൂടെ വന്ന ഒരാളാണ്, ദുഃഖത്തിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വന്ന ഒരാളല്ല. ഞാൻ സ്വർണ്ണ സ്പൂണും കൊണ്ട് ജനിച്ച ആളല്ല. ഞാൻ സാധു കുടുംബത്തിൽ നിന്നാണ് വന്നേക്കുന്നത്. വേദനയും പ്രയാസവും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. കാരണം ഞാനൊരു സാധാരണ ഒരു ഏറ്റവും സാധു കുടുംബത്തിൽ നിന്നാണ് മുന്നോട്ട് വന്നേക്കുന്നത്. അല്ല ഞാൻ ജനിച്ച് വീണപ്പോഴേ അങ്ങ് വലിയ കൊട്ടാരത്തിൽ നിന്ന് അങ്ങ് വീണപ്പോഴേ അങ്ങ് ബിഷപ്പായിട്ട് വീണതുമല്ല. പ്രയാസം എന്താണെന്ന് അനുഭവിച്ച്, ദുഃഖം എന്താണ്, പട്ടിണി എന്താണ്, വേദന എന്താണ്, സാമ്പത്തിക ഞെരുക്കം എന്താണെന്ന് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറയുക, മലയാളികളെ, നിങ്ങൾ ഇനി പണം അയക്കാൻ വേണ്ടി നിങ്ങൾ ചെക്ക് എടുത്തിട്ട്, ഞാനൊക്കെ വിദേശത്ത് ജീവിച്ച 10-20 വർഷം, പണം അയക്കാൻ വേണ്ടി കൈ വിരൽ വെക്കുമ്പം ദാണ്ട് ഈ ഇരുന്ന് വിയർക്കുന്ന എൻ്റെ മുഖം ഒന്ന് ഓർത്തച്ചാൽ മതി. നിങ്ങൾ പലരും അവിടുന്ന് പെട്ടിക്കണക്കിന് സാധനം ഇപ്പോഴും കൊറിയർ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ എന്താണെന്നറിയാം, കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാ പലരും കൊടുക്കുന്നത്. ഞാനൊക്കെ വിദേശത്ത് ജീവിച്ചുകൊണ്ട് പറയാം, ഒരു കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ലെന്ന് പറഞ്ഞാൽ അവിടുന്ന് അവർ പെട്ടെന്ന് കൊറിയർ അയക്കും. 3 days കൊണ്ട് ഇവിടെ കിട്ടത്തക്ക പോലെ. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? ഇപ്പോൾ ഓണം വരുക, നിങ്ങൾ സദ്യയും പായസവും ഒക്കെ അയക്കുമ്പോൾ അർഹതപ്പെട്ട നിർധനരുടെ വീടുകളിൽ അത് എത്തിച്ചു കൊടുക്കുക. കേരളത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരു ടാർപോളിൻ വലിച്ചു കെട്ടിയാൽ ചോരുന്ന വീട്ടിൽ കിടക്കുന്ന സാധാരണ പാവങ്ങൾ നിങ്ങളുടെ വീടിന് അരികിലുണ്ടെങ്കിൽ ഈ ഓണത്തിന് നിങ്ങൾ അവരെ പോയി കണ്ട് അവർക്ക് ഒരു ഓണസദ്യ മേടിച്ചു കൊടുത്ത് ആ പാവങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് ഞാൻ കൈകൂപ്പി പിടിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ്. ബിഷപ്പിന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ കുരിശെടുത്ത് കൈ പിടിക്കല്ലെന്ന് പറഞ്ഞു. എന്നെ ഭീഷണിപ്പെടുത്തിയതാണ്.